ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രൊമോയാണ് കേട്ടോ. ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഇന്ന് വന്ന പ്രൊമോയിലുണ്ട്. അതുപോലെ വേറൊരു ഇൻസിഡൻറ്റും കൂടി പ്രൊമോയിൽ കാട്ടുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊമോ എന്നാണ് പറയേണ്ടി വരിക. കാരണം ഇന്നത്തെ സീനുകൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സീനുകളിൽ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു പ്രൊമോയാണ് വരാൻ പോകുന്നതെന്ന്. ചില സത്യങ്ങളൊക്കെ അർജുൻ ഇപ്പോഴും അഞ്ജലിയിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. നിസ്സാരമായ സത്യങ്ങളല്ല, വലിയ ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്ന, വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന വലിയ വലിയ രഹസ്യങ്ങൾ. അപ്പോൾ അതൊക്കെ അഞ്ജലിയോട് തുറന്ന് പറയേണ്ടി വരും അർജുന എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല നടക്കുന്നത് ഇന്ന് വന്ന പ്രൊമോയിൽ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഞ്ജലി അർജുനെ വിട്ട് പിരിയും എന്നൊരവസ്ഥയിലാണ് ഇന്നുള്ളത്. കാരണം അഞ്ജലിക്കറിയാം എന്തോ ഒരു വലിയ രഹസ്യം നമ്മുടെ അർജുൻ അഞ്ജലിയിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആവശ്യപ്പെട്ടിട്ടും ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അർജുൻ അഞ്ജലിയും കൂട്ടി വീട്ടിലേക്ക് പോകാത്തത്. പല വട്ടമായിട്ട് നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട് നമ്മുടെ അർജുനോട്, എന്താണ് രാജീവ് തൻ്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാത്തത്? എനിക്ക് ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ജീവിക്കേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലാണ്. രാജീവ് എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എന്നെ ചതിക്കുന്നത് പോലത്തെ ഫീലാണെന്ന് തോന്നുന്നത്. നമുക്കറിയാം ഇന്നും നമ്മുടെ അഞ്ജലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി, അമ്പാടിയുടെ വീട്ടിൽ നിന്ന്. കാരണം അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അവിടെ നിന്നും ചില കുത്തുവാക്കുകളൊക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അഞ്ജലിയുടെ അഭിമാനം പണയം വെക്കാനായിട്ട് അഞ്ജലി തയ്യാറല്ല. അങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കാൻ ഒരു രീതിയിലും അഞ്ജലിക്ക് തയ്യാറല്ല. അഞ്ജലിക്ക് ഒരു കാര്യം മനസ്സിൽ ഉറപ്പുണ്ട്. അതായത് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് അവർ അഞ്ജലിയുടെ അച്ഛനും അമ്മയൊക്കെ ഇറക്കി വിട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ തിരിച്ചു ചെന്നാൽ അവർ സ്വീകരിക്കുമെന്നൊരു ഉറപ്പ് അഞ്ജലിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അമ്പാടിയുടെ വീട്ടിൽ നിന്ന് അഞ്ജലി ഇറങ്ങിപ്പോകുന്നത്. ആ ഒരു സമയത്ത് അർജുൻ വരികയും പോകരുത്, എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അത് പറ്റത്തില്ല രാജീവ്, എന്താണെങ്കിലും രാജീവിൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, അവരെന്നെ ഉറപ്പായിട്ടും സ്വീകരിക്കും. അങ്ങനെ അഞ്ജലി പറയുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അർജുന് അഞ്ജലിയും ജീപ്പിൽ കയറ്റി പോരുന്നത്. അമ്പാടിയും പറയുന്നുണ്ട്, അമ്പാടിയും ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ്. അമ്പാടിക്ക് ഒരിക്കലും അർജുൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പറ്റത്തില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്പാടിയെ അവിടെ ഇട്ട് ഈ രാഘവനുണ്ണി തീർത്ത് കളയും. അതുകൊണ്ട് അമ്പാടി ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ അമ്പാടി ഇതിനിടയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി എടുത്ത് തലയിൽ വെക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല നമ്മുടെ അമ്പാടിക്കുള്ളത്. എങ്കിലും അമ്പാടി കാര്യങ്ങളെല്ലാം അർജുന് വേണ്ടി ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഒരു പോംവഴി ഇല്ലാതെ വരുമ്പോഴാണ് അർജുൻ അഞ്ജലിയും വിളിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുവരികയും. പക്ഷെ കുറച്ച് ദൂരം എത്തുമ്പോൾ അർജുന് പിന്നെയും ടെൻഷനാണ്. താൻ എങ്ങോട്ട് പോകും അഞ്ജലിയും കൂട്ടി അഞ്ജലീൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? താൻ രാഘവൻ്റെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഞ്ജലി സഹിക്കുമോ? അഞ്ജലി എന്തായിരിക്കും ചെയ്യാനായിട്ട് പോവുക? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനം അഞ്ജലിയോട് പറയും, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്ന്. അപ്പോൾ അഞ്ജലി ഏറ്റവും അവസാനമായിട്ട് ഒരു അവസരം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അഞ്ജലി പറയുന്നുണ്ട്, രാജീവ് ഒരു അവസരം കൂടി അവസാനമായിട്ട് തരികയാണ്. എൻ്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, രാജീവിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. രാജീവിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അർജുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം, അഞ്ജലി ഇത്ര പ്രഷറൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും, ചില സൂചനകളെങ്കിലും നമ്മുടെ അർജുൻ അഞ്ജലിയോട് പറയുമെന്നാണ്. അതായത് അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മകനാണ് താനെന്ന്. പക്ഷെ അത് രാഘവനാണെന്ന് പറയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സൂചന നമ്മുടെ അർജുൻ കൊടുക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രൊമോയിൽ രണ്ട് കാര്യങ്ങളാണ് കാട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഞ്ജലി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അർജുൻ ശംഖചക്രത്തിലെത്തുന്നത്. എനിക്ക് തോന്നുന്നു അഞ്ജലിയോട് പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി ജീപ്പിലിരിക്കും. അങ്ങനെ അർജുൻ ജീപ്പ് എടുത്ത് പോകും. ഈ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അഞ്ജലി നല്ല ഉറക്കത്തിലാണ്. പ്രൊമോയിൽ കാണാം അഞ്ജലി നല്ല കട്ട ഉറക്കത്തിലാണ്. അർജുനാണ് ശംഖചക്രത്തിൽ എത്തിയിട്ടുമുണ്ട്.
അപ്പോൾ ശംഖുചക്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ അർജുൻ പറയുകയാണ്, ഇനി എന്ത് ചെയ്യും? നേരം വെളുക്കുമ്പോൾ അഞ്ജലി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ശംഖുചക്രത്തിൻ്റെ മുറ്റത്ത്, തൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മുറ്റത്ത് ഞാൻ രാഘവൻ്റെ മകനാണ് എന്നുകൂടി അറിയാനായിട്ട് പോകുന്നു. എന്ത് ചെയ്യും? ആ ഒരവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെ അർജുൻ ആകെ ടെൻഷൻ അടിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത്. അഞ്ജലി നല്ല ഉറക്കത്തിലാണ്. നമുക്കറിയാം അഞ്ജലി കുറച്ച് ദിവസങ്ങളായിട്ട് ഏറെ ടയേർഡാണ്, ടെൻഷനിലാണ്. അതുകൊണ്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിയാണ് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഓർത്തിട്ട് നമ്മുടെ അർജുനാണെങ്കിൽ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. എന്താണെങ്കിലും നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മുടെ അഞ്ജലി എഴുന്നേക്കും. അഞ്ജലി എഴുന്നേറ്റ ഉടനെ ശംഖചക്രം കാണുമ്പോൾ കിളി പറന്നു പോകും നമ്മുടെ അഞ്ജലിയുടെ. അർജുൻ എന്താണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നായിരിക്കും രാജീവിനോട് ചോദിക്കുക. രാജീവ്, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ എന്താണ് നമുക്ക് കാര്യം? ഇത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ വീടല്ലേ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ വീട്. അപ്പോൾ ചില സൂചനകൾ നമ്മുടെ അർജുൻ പറയും, ചില കാര്യങ്ങൾ അർജുൻ പറയും. അപ്പോഴേ സംശയം തോന്നി തുടങ്ങും നമ്മുടെ അഞ്ജലിക്ക്. അതായത് അർജുൻ ശംഖുചക്രത്തിലെ ആരുടെയും മകനാണ് എന്ന്. പക്ഷേ അപ്പോഴും അഞ്ജലിക്ക് മനസ്സിലാവില്ല ഒരിക്കലും രാഘവനുണ്ണിയുടെ മകനാണ് എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലിക്കൊന്നും മിണ്ടാനായിട്ട് പറ്റുന്നില്ല. ഈ ശംഖുചക്രം തറവാട്ടിലെ ഒരു മകനാണ് അർജുൻ എന്ന് മനസ്സിലാക്കും. പക്ഷെ അപ്പോഴും രാഘവനുണ്ണിയുടെ മകനാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത് പ്രൊമോയിൽ കാട്ടിയ സീന് എന്ന് പറയുന്നത് ശ്യാമളയും ശിവരാമൻ ചേട്ടനും കൂടി കാര്യങ്ങൾ പറയുകയാണ്, അഞ്ജലിയുടെ കാര്യങ്ങൾ. ശിവരാമൻ ചേട്ടൻ ഒരുപാട് വിഷമത്തിലാണ്. അഞ്ജലി ആ ഒരു സമയത്ത് അപ്പോഴത്തെ ദേഷ്യത്തിന് ശ്യാമള ഇറക്കി വിട്ടപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നെങ്കിലും പിന്നീട് ഒരുപാട് നമ്മുടെ ശിവരാമൻ ചേട്ടൻ വിഷമിക്കുകയും അഞ്ജലി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്താണ്. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതുമാണ്. ആ ഒരു സമയത്താണ് അടുത്ത വെടിയുമായിട്ട് അനുപമ വരികയും അർജുനാണ് വിവാഹം കഴിച്ചിരിക്കുന്ന അഞ്ജലി, അതായത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ ശിവരാമൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മകൻ ചതിച്ച് അഞ്ജലിയെ സ്വന്തമാക്കി എന്ന് അനുപമ വന്ന് പറയുകയും ചെയ്തു. ഈ ഒരു കാര്യം കേട്ടതോട് കൂട്ടിയിട്ട് നമ്മുടെ ശിവരാമനാകെ തളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ പ്രൊമോയിൽ വന്നത്. ശിവരാമൻ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ് നമ്മുടെ അഞ്ജലിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവളെ ചതിച്ചവർ ശംഖുചക്രത്തിലേക്ക് കൊണ്ടുപോയി. ശിവരാമൻ പറയും, ഉറപ്പായിട്ടും അവളെ ചതിച്ച് അവിടെ ചെന്ന് അവർ കൊല്ലും അവളെ. അവർക്ക് പത്മ കേസിൽ വിജയിക്കാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ട് അഡ്വക്കേറ്റ് രാഘവനുണ്ണി സ്വന്തം മകനെ ഉപയോഗിച്ച് നമ്മുടെ മകളെ വശത്താക്കി. പാവം എൻ്റെ മോള്, അവനെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലല്ലോ. അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു ശ്യാമളെ. ആ അർജുൻ എന്ന രാജീവ് എന്ന കള്ളപ്പേരി വന്ന അർജുൻ, അവൻ നമ്മളെ ചതിച്ചു ശ്യാമളെ. അങ്ങനെ ഒരുപാട് പറഞ്ഞ് നമ്മുടെ ശിവരാമൻ വിഷമിക്കുന്ന ഒരു സീനും കൂടി പ്രൊമോയിൽ നിന്ന് കണ്ടു. എന്താണെങ്കിലും വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് വന്നത്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. നാളെ ജീപ്പിൽ നിന്ന് കണ്ണു തുറന്ന് നമ്മുടെ അഞ്ജലി നോക്കുമ്പോൾ ശംഖുചക്രം കാണും. ആ ഒരു സമയത്ത് അഞ്ജലിയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും, അഞ്ജലി എന്തായിരിക്കും അനുഭവിക്കാൻ പോവുക, അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.